ഏറ്റവും പ്രിയമുള്ള ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭ വിശ്വാസികളെ, ഇന്നലെ 13/8/2025 ബുധനാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ബ്രോഡ്വേയിലുള്ള അരമനയിൽ സീറോ മലബാർ സഭയുടെ ഒപ്പമുള്ള സഭ നിലനിന്ന് കാണണം, സഭയുടെ ഐക്യം പുലരണം, സഭയിലെ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തണം ഇങ്ങനെയുള്ള ദൈനംദിന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ നിഷേധിക്കപ്പെട്ട നീതി നിർവഹണത്തിന് കാലതാമസം വരുത്തരുത്, നീതി പ്രദാനം ചെയ്യണം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടും സഭയുടെ കൂരിയയെ സന്ദർശിക്കുവാനും മാർ ജോസഫ് പാംബ്ലാനി സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹവുമായി വിശദമായ ചർച്ച നടത്തുവാനും വേണ്ടി സഭയുടെ പ്രതിനിധികൾ, വിശ്വാസികളുടെ പ്രതിനിധികൾ അവിടെ എത്തുകയുണ്ടായി. ഈ സമയം കൂരിയ അംഗങ്ങൾ മാത്രമേ അരമനയിൽ ഉണ്ടായിരുന്നുള്ളൂ. കൂരിയ അംഗങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായ സഭാവിശ്വാസികളുടെ മേൽ പോലീസിനെ വിളിച്ചു വരുത്തി ബലപ്രയോഗത്തിലൂടെ പുറത്തു കടത്താനും തങ്ങളുടെ ധാർഷ്ട്യം പ്രകടിപ്പിക്കാനുമാണ് അരമനയിലെ കൂരിയ അംഗങ്ങൾ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ധാർഷ്ട്യങ്ങൾക്ക് മകുടമായ ജിമ്മി പൂച്ചക്കാട്ടെന്ന മെത്രാൻ സ്ഥാനമോഹി, അദ്ദേഹത്തിൻ്റെ ക്രൂരമായ പ്രവൃത്തികൾ വിശ്വാസികളിൽ അത്ഭുതമുളവാക്കി. വരാനിരിക്കുന്ന മെത്രാൻ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഇപ്രകാരമുള്ള മറുപടികളും സംസാരങ്ങളും ധാർഷ്ട്യങ്ങളും ഹീനമായ പ്രവൃത്തികൾ വിശ്വാസികൾ അതിനൊത്തു പ്രതിഷേധിച്ചത് മൂലം അതൊരു സഹന സമരമായി മാറുകയുണ്ടായി. ഇന്നലെ മുതൽ സഭയുടെ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഭയോടൊപ്പം സഞ്ചരിക്കേണ്ടതിന് പകരം സഭാവിരുദ്ധരുമായി കൂട്ടുകെട്ട് നടത്തുകയും കച്ചവടം നടത്തുകയും സഭയെ തകർക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്യുന്ന വിമതരോടൊത്ത് കൂട്ടുകൂടുന്ന മാർ ജോസഫ് പാംബ്ലാനി രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ് എറണാകുളത്തെ വിശ്വാസികളെയും സഭയെയും സീറോ മലബാർ സഭയും രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കാൻ ഇന്നലെ നിർബന്ധിതരാകുമായിരുന്നു വിശ്വാസി കൂട്ടായ്മ. പ്രത്യേകിച്ചും ഇന്നലെ വളരെ സമാധാനമായി പരിഹരിക്കേണ്ട വിഷയം അതിന് ശ്രമിക്കാതെ കൂരിയ അംഗങ്ങളും അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നത അധികാരികളും വളരെയധികം മ്ലേച്ഛകരമായ പ്രവൃത്തികളാണ് ഇന്നലെ കാട്ടിക്കൂട്ടിയത്. തലേ ദിവസം സഭയുടെ അന്തസ്സിന് കളങ്കം ചാർത്തിയിട്ടുള്ള, സഭയെ ധിക്കരിച്ചും അനുസരണക്കേട് കാട്ടിയും സഭയുടെ വസ്തുവകകൾ കൊള്ളയടിച്ചിട്ടുമുള്ള വർഗീസ് മണവാളൻ എന്ന ബസലിക്ക മുൻ വികാരിയുടെ, മുൻ അഡ്മിനിസ്ട്രേറ്ററുടെ ശിക്ഷാ നടപടികൾ സംബന്ധിച്ചിട്ടുള്ള രേഖകളും ശിക്ഷണ നടപടികളും മാർ ജോസഫ് പാംബ്ലാനി എന്ന മെത്രാൻ, തലശ്ശേരി അതിരൂപത അധ്യക്ഷനാണ് അദ്ദേഹത്തിനെതിരായുള്ള ചില പരാതികളും സ്പെഷ്യൽ ട്രിബ്യൂണൽ പരിഗണിക്കുകയുണ്ടായി. അതിൻ്റെ വിധി പ്രസ്താവം മൂലം ഭയചകിതനായ പാംബ്ലാനി പിതാവ് തങ്ങളുടെ കൂട്ടുകെട്ട് ദൃഢമാക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ സ്ഥാനങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടിയും റോമിനെ പറ്റിക്കുന്നതിനു വേണ്ടിയും വിശ്വാസികളെ വഞ്ചിക്കുന്നതിനും വേണ്ടി മാർ മാത്യു മൂലക്കാട്ടുമായി ചേർന്ന് ഇന്നലെ മിനിഞ്ഞാന്നുമായി ഉണ്ടാക്കിയ ധാരണ, വ്യാജ പരാതിയിൽ വ്യാജ സസ്പെൻഷനും അവസാനം നാണം കെട്ട് ആ സസ്പെൻഷൻ പിൻവലിച്ച് മാർ മാത്യു മൂലക്കാട്ട് സഭയുടെ പരമോന്നത കാനോൻ നിയമ വിദഗ്ധ പണ്ഡിതനായ പാമ്പാറ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുകയുണ്ടായി. വിശ്വാസികളെ ഒന്നോർക്കുക, സഭയെ തകർക്കാൻ ഉദ്യമിക്കുന്നത് പിശാചാണ് എന്ന് തിരിച്ചറിയുക. ഈ പൈശാചിക ശക്തിയെ ഉന്മൂലനം ചെയ്യുവാനും സഭയെ വീണ്ടെടുക്കാനുമായി ഓരോ വ്യക്തികളും താങ്കളാൽ കഴിയുന്ന വിധം പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി വിശ്വാസം കൊണ്ട് തങ്ങളുടെ ആ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് അരമനയിലെ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. സഭ നിലനിന്നാലേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ, നമ്മളുടെ തലമുറ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ആ ഉത്തമ സത്യം മറക്കാതിരിക്കുക. സഭയെ വീണ്ടെടുക്കുക. സഭാവിരുദ്ധരായ വിമതരെ അവരുടെ പാട്ടിന് പറഞ്ഞയക്കുക.